വെൽക്കം ടു ഗ്രേറ്റ് അക്കാഡമി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1857 വിപ്ലവം, 1887 വിപ്ലവത്തിനെ പറ്റി അല്ലെങ്കിൽ കലാപത്തിനെ പറ്റി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള പേരിലൂടി അറിയപ്പെടുന്നുണ്ട്. ശിപ്പായി ലഹള അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ചപ്പാത്തി വിപ്ലവം, ഇങ്ങനെ പല പേരുകളിലാണ് ഈ 1887 വിപ്ലവം അറിയപ്പെടുന്നത്. നമുക്കറിയാൻ പറ്റും, നമുക്ക് ഒരു ബേസിക് അതിൻ്റെ ഇപ്പം നമ്മൾ ഈ വിപ്ലവത്തിനെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കലാപത്തിനെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും ബേസായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം നമുക്കറിയാൻ പറ്റും, ഈ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ഡിസംബർ 31 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ അവിടെ മുതൽ അല്ലേ ഈ പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഭരണമാണ് അല്ലേ. അതിൽ നിന്നും ശരിക്കും ഒരു കമ്പനി ഭരണമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കമ്പനി ഭരണം എങ്ങനെയാണ് ഇന്ത്യക്കാരെ ബാധിച്ചത്? അങ്ങനെ ഇത് ഇന്ത്യൻ കർഷകരെയും ഇന്ത്യൻ സൈനികരെയും അങ്ങനെ ഇന്ത്യയെ ആകമാനം വളരെ നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. അങ്ങനെ ഇന്ത്യയിലുള്ള ആളുകൾ എല്ലാവരും കൂടി സംഘടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടത്തിയിട്ടുണ്ടായിരുന്ന ഏറ്റവും സംഘടിതമായിട്ടുള്ള ഒരു കലാപം തന്നെയായിരുന്നു 1887 വിപ്ലവം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതുകൊണ്ടാണല്ലോ നമ്മളതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലേ, നമുക്ക് അവരിൽ നിന്നൊരു ഫ്രീഡം കിട്ടണം എന്നുള്ള രീതി തന്നെയാണ് നമ്മളതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വി ഡി സവർക്കർ വിശേഷിപ്പിച്ചത്. നമുക്ക് നേരെ കലാപത്തിലേക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതിന് ബേസിക്കലി നമ്മളിതിനെ പറയാം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ്. ഓക്കെ, ഈ ബ്രിട്ടീഷുകാർ പലതരത്തിലുള്ള ഭരണപരിഷ്കാരങ്ങൾ ഈ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ഭരണപരിഷ്കാരങ്ങളെല്ലാം തന്നെ നമ്മളെ ഒന്നാം 1887 കലാപത്തിന് കാരണമായിട്ടുണ്ട് അല്ലെങ്കിൽ കലാപത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റും, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന സാമ്പത്തിക നയങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലുണ്ടായിരുന്ന പരമ്പരാഗതമായിട്ടുള്ള കർഷക സമ്പദ് വ്യവസ്ഥേനെയും നമ്മളെ ഗ്രാമങ്ങളെ പോലും അത് നശിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അവർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന സാമ്പത്തിക നയങ്ങൾ അല്ലേ, നമുക്കറിയാൻ പറ്റും. പിന്നെ ദാദാഭായ് നവറോജിയൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നത് ഇന്ത്യയുടെ സമ്പത്ത് ഊറ്റിക്കൊണ്ടു പോകാനാണ് എന്ന് അല്ലേ. അത് പറയുന്ന അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേരാണ് ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോട്ട്സ സിദ്ധാന്തം. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയ പുസ്തകമുണ്ട്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഈ പുസ്തകത്തിൻ്റെ അകത്തൊക്കെ പറയുന്നത് സെയിം സാധനം തന്നെയാണ്. അതായത് അവർ നമ്മുടെ വെൽത്ത് ലൂട്ട് ചെയ്യാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. സോ ഇതിൻ്റെ അകത്ത് ബേസിക്കലി പറയുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ഈ ഭരണപരിഷ്കാരങ്ങളെ പറ്റിയാണ്. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 നയങ്ങളാണ് ഇന്ത്യക്കാർ ഇന്ത്യയുടെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അവരെ ലൂട്ട് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് 2 നയങ്ങൾ, സാമ്പത്തിക നയങ്ങൾ ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നടപ്പിലാക്കി. ഒന്നാമത്തത് സബ്സിഡറി അലയൻസ് സിസ്റ്റം അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയും. രണ്ടാമത്തത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയും. അങ്ങനെ 2 നയങ്ങളാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതെന്താണെന്ന് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഈ വിപ്ലവത്തിനെ പറ്റി കലാപത്തിനെ പറ്റി നമ്മൾ പഠിച്ചിട്ട് അതിൻ്റെ ഒരു അത് പൂർണ്ണമാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറയും. ഇവിടെ ഈ ഒരു സബ്സിഡറി അലയൻസ് സിസ്റ്റം ഇത് നടപ്പിലാക്കുന്നത് ആ സമയത്ത് ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് വെല്ലസ്ലിയാണ് അല്ലെങ്കിൽ വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. നമുക്കറിയാൻ പറ്റും, ആ വാക്കിൽ നിന്ന് സൈനിക സഹായം, അതായത് സൈന്യത്തിന് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന അല്ലെങ്കിൽ സൈന്യത്തിന് കൊടുത്ത് ബ്രിട്ടീഷുകാർ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് കൊണ്ടുവന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം ആ സഹായിക്കുക എന്നുള്ളത് മാത്രമില്ല, മറിച്ച് അവരുടെ ലക്ഷ്യം എന്ത് തന്നെയായിരിക്കും, ഈ പറഞ്ഞ പോലെ അവരിൽ ഒരു അവരുടെ നയങ്ങൾ എങ്ങനെയായിരിക്കും, ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ നയം. ഓക്കെ, അപ്പോൾ വെല്ലസ്ലി പ്രഭു അല്ലെങ്കിൽ ലോർഡ് വെല്ലസ്ലി ഇത് കൊണ്ടുവരുന്നത് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നു. ഈ ഒരു സിസ്റ്റം പ്രകാരം ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു സൈനിക സഖ്യത്തിൽ ആരിടപെടണം, ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങൾ ഇടപെടണം. ഇങ്ങനെ ബ്രിട്ടീഷുകാരുമായിട്ട് സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യം അല്ലെങ്കിൽ പ്രിൻസ്ലി സ്റ്റേറ്റ് ചില വ്യവസ്ഥകൾ ഫോളോ ചെയ്യണം.
ഈ വ്യവസ്ഥകൾ തെറ്റിക്കാൻ പാടില്ല. ആരാണോ ഈ വ്യവസ്ഥകൾ തെറ്റിക്കുന്നത് അവരുടെ നാട്ടുരാജ്യം ആര് പിടിച്ചെടുക്കും? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. ഈ ഒരു സമ്പ്രദായത്തിനെ, ഈ ഒരു സിസ്റ്റത്തിനെയാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്, അപ്പം ഇവർ പറയുന്ന കുറച്ച് വ്യവസ്ഥകളുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ആ വ്യവസ്ഥകൾ നോക്കാം. ഭയങ്കര ബൈഹാർട്ട് പഠിക്കേണ്ട സാധനമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവരുന്നത് ലോർഡ് വെല്ലസ്ലി അല്ലെങ്കിൽ വെല്ലസ്ലി പ്രഭുവാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ, സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു യൂണിറ്റിനെ ഈ തൻ്റെ പ്രിൻസ്ലി സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാരെ അവരുടെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായിട്ട് പാർപ്പിക്കണം. ക്ലിയർ അല്ലേ? സൈനിക വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റിനെ തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായിട്ട് പാർപ്പിക്കണം. ഇനി സ്ഥിരമായിട്ട് പാർപ്പിച്ചാൽ മാത്രം പോരാ, ഈ കമ്പനി സൈന്യത്തിനുള്ള ഈ ഒരു പാർപ്പിച്ചിരിക്കുന്ന സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവുകളും ആര് കൊടുക്കണം? ഈ പറഞ്ഞിരിക്കുന്ന നാട്ടുരാജാക്കന്മാർ, പ്രിൻസ്ലി സ്റ്റേറ്റ് കൊടുക്കണം. ക്ലിയർ അല്ലേ? അങ്ങനെ 2 പ്രസ്താവനകൾ. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പെർമിഷൻ ഇല്ലാതെ, ഏത് കമ്പനി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പെർമിഷൻ ഇല്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഒരു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ഈ പറഞ്ഞ പോലെ സൈനിക സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ആരുമായിട്ട് മാത്രമേ പറ്റുള്ളൂ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായിട്ട് മാത്രമേ പറ്റുള്ളൂ. അടുത്തത് മറ്റൊന്നെന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായിട്ട് കൂടിയാലോചിക്കാതെ ഒരു ഡിസിഷനും ആരെടുക്കാൻ പാടില്ല? ഈ സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് എടുക്കാൻ പാടില്ല. അപ്പം അതുമാത്രമല്ല, സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ താമസിപ്പിക്കുകയും വേണം. ഇനി ഈ വ്യവസ്ഥയിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ടു എന്ന് ഇരിക്കട്ടെ, നാട്ടുരാജ്യത്തിനെ, ആ ലംഘിക്കപ്പെട്ട പ്രിൻസ്ലി സ്റ്റേറ്റ് നാട്ടുരാജ്യത്തിനെ ആര് പിടിച്ചെടുക്കും? ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു വയ്ക്കാം. മീൻസ് അവരുടെ അണ്ടറിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒരു 2-3 വ്യവസ്ഥകൾ ആര് ഫോളോ ചെയ്യണം? സൈനിക സഖ്യം ബ്രിട്ടീഷുകാരുമായിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഏർപ്പെട്ടിരിക്കുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ് ഫോളോ ചെയ്തിരിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തെ, ആ പ്രിൻസ്ലി സ്റ്റേറ്റിനെ ആർക്ക് പിടിച്ചെടുക്കാം? ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. ഇതിനെയാണ് നമ്മൾ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി മറ്റൊന്ന് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയും. ഇത് കൊണ്ടുവരുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത് 1848 ഡൽഹൌസി പ്രഭുവാണ് കൊണ്ടുവരുന്നത്. ഈ ഡൽഹൌസി പ്രഭു ഇത് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഈ ദത്തവകാശം? ദത്തെടുക്കാനുള്ളത് നിരോധിക്കുക അല്ലേ? ആ വാക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഒരു നാട്ടുരാജ്യത്തെ ഭരണാധികാരി അവർക്ക് പിന്തുടർച്ചാവകാശികളായിട്ട് ആൺകുട്ടികളില്ല എന്നിരിക്കട്ടെ. ഇങ്ങനെ ആൺകുട്ടികളില്ലാതെ വരുന്നൊരു സാഹചര്യത്തിൽ ഇവർക്ക് എന്ത് ചെയ്യാം? മറ്റ് ഫാമിലീസിൽ നിന്നും മറ്റ് കുടുംബങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു നാട്ടുരാജ്യത്തു നിന്നോ ഇവർക്ക് ആൺകുട്ടികളെ ദത്തെടുക്കാം. പക്ഷേ ഡൽഹൌസി പ്രഭു എന്ത് പറഞ്ഞു? ഇനി മുതൽ നിങ്ങൾക്ക് ആൺകുട്ടികളില്ലെങ്കിൽ എന്ത് ചെയ്യാം? ആ രാജ്യത്തിനെ ആർക്ക് വിട്ടുകൊടുക്കാം? ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്റ്റ് നിയന്ത്രണത്തിലാകും. ഈ നിയമത്തിനെയാണ് നമ്മൾ ദത്തവകാശ നിരോധന നിയമം അല്ലെ? ബ്രിട്ടീഷുകാർക്ക് കാരണം സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം ഏത് നാട്ടുരാജ്യമാണോ ആ വ്യവസ്ഥ തെറ്റിക്കുന്നത് ആ നാട്ടുരാജ്യത്തിന് ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ട് പോകും. മറ്റൊന്ന് ആൺകുട്ടികളില്ലാത്ത നാട്ടുരാജാക്കന്മാരുണ്ടാവും. അവരെന്ത് ചെയ്യും? അവരുടെ നാട്ടുരാജ്യം ആരും കൊണ്ടുപോകും? ബ്രിട്ടീഷുകാർ കൊണ്ടുപോകും. അപ്പോൾ എങ്ങനെയാണെങ്കിലും ആരുടെ കൈകളിലേക്കാണ് എത്തുന്നത്? ആർക്കാണ് കൺട്രോൾ കിട്ടുന്നത്? ബ്രിട്ടീഷുകാർക്കാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ്. ഇത് മാത്രമായിരുന്നില്ല, കുറച്ചധികം നിയമങ്ങൾ വേറെയുണ്ട്. ഇപ്പം നമ്മൾ ദത്തവകാശ നിരോധന നിയമവും 1848 ദത്തവകാശ നിരോധന നിയമം കഴിഞ്ഞു. മറ്റൊന്ന് 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് നിയമം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. പിന്നെ മറ്റൊന്ന് 1854 പോസ്റ്റ് ഓഫീസ് നിയമങ്ങൾ. അതേപോലെ 1856 ഹിന്ദു വിധവ പുനർവിവാഹം നിയമം, ഹിന്ദു വിഡോ റീമാരേജ് ആക്ട്. പിന്നെ 1856 തന്നെയുള്ള ജനറൽ സർവീസസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട്. ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ. ഇതിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ദത്തവകാശ നിരോധന നിയമവും സൈനിക സഹായ വ്യവസ്ഥ. ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് അല്ലേ? ഇതൊക്കെ ആർക്ക്? ഇന്ത്യക്കാരിൽ ബ്രിട്ടീഷുകാരോടുള്ള വിരോധം ഇങ്ങനെ കൂടി വന്നു. അതാണ് അവസാനം 1857 കലാപത്തിൻ്റെ രൂപത്തിൽ പുറത്തു വന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ റീസൺസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ കഴിഞ്ഞിട്ടില്ല. അതായത് 1848 നമ്മൾ പറഞ്ഞു 1848 ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭുവാണ് എന്ത് ആവിഷ്കരിക്കുന്നത്?
ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. 1848 ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. ഇത് പ്രകാരം ഒരുപാട് പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അതിൽ ആദ്യം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് 1848 അതേ വർഷം തന്നെ സതാറ എന്ന് പറയുന്ന നാട്ടുരാജ്യമാണ്. സതാറ പിടിച്ചെടുത്തു. 1848 സതാറ പിടിച്ചെടുക്കുന്നു. 1850 സാമ്പൽപൂർ പിടിച്ചെടുക്കുന്നത്. ക്ലിയർ? 1850 സാമ്പൽപൂർ. 52 ഉദയ്പൂർ പിടിച്ചെടുക്കുന്നു. 53 നാഗ്പൂർ പിടിച്ചെടുക്കുന്നു. 54 ഝാൻസി പിടിച്ചെടുക്കുന്നത്. അല്ലേ? ഝാൻസിയിലുള്ള നമ്മുടെ ഝാൻസി റാണിക്കും മഹാരാജ ഗംഗാധര റാവുവിനും ആൺകുട്ടികളില്ലാതെ വന്ന സമയത്താണ് അവർ പിന്നെ ഒരാളെ ദത്തെടുക്കുന്നത്. അത് ബ്രിട്ടീഷുകാർ തടഞ്ഞ് ഝാൻസി പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് നമ്മളെ ഝാൻസി റാണി അല്ലെങ്കിൽ മണികർണിക എന്നറിയപ്പെടുന്ന ഝാൻസി റാണി 1887 കലാപത്തിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറയും കേട്ടോ, നമ്മൾ പറയും. ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു തന്നു. അപ്പോൾ 1854 ഝാൻസി പിടിച്ചെടുക്കുന്നു. ക്ലിയർ? പിന്നെ 49 ഉദയ്പൂർ പിടിച്ചെടുക്കുന്നു. അങ്ങനെ ഇതെല്ലാം ബ്രിട്ടീഷുകാർ ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരമാണ് പിടിച്ചെടുക്കുന്നത്. ക്ലിയർ? ഇനി ബ്രിട്ടീഷുകാർ അവസാനമായിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം അവധാണ്. 1856, അതായത് കലാപം നടക്കുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം. അല്ലേ? ആദ്യം കൂട്ടിച്ചേർക്കപ്പെട്ടത് 1848 സതാറയാണ്. അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ടത് അവധാണ്. 1856 അവധ് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഓക്കെ, ഇനി ആരാണ് ഇത് പിൻവലിച്ചത്? അതായത് ക്ലിയറായിട്ട് കേൾക്കുക. 1857 കലാപം നടക്കുന്ന സമയത്ത് ഈ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് കാനിങ്, അല്ലെങ്കിൽ കാനിങ് പ്രഭുവാണ്. പഠിച്ചു വയ്ക്കുക, ലോർഡ് കാനിങ്. ഓക്കെ, ആ സമയത്തെ പിന്നെ ഗവർണർ ജനറൽ ലോർഡ് കാനിങ് പ്രഭു. ഈ കാനിങ് പ്രഭുവാണ് 1859 ദത്തവകാശ നിരോധന നിയമം പിൻവലിക്കുന്നത്. ക്ലിയർ? ലോർഡ് കാനിങ് അല്ലെങ്കിൽ കാനിങ് പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം 1859 പിൻവലിക്കുന്നത്. ക്ലിയർ? അതൊന്ന് പഠിച്ചു വയ്ക്കുക. 1859 പിൻവലിച്ചത് ലോർഡ് കാനിങ് ആണ്. ഓക്കെ, അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പിന്നെ ഉണ്ടായിരുന്ന ഇന്ത്യൻ സൈനികർക്ക് ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ സൈനിക സഹായ വ്യവസ്ഥ, അതേപോലെ പിന്നെ ദത്തവകാശ നിരോധന നിയമം, ഇതല്ലാത്ത മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ പിന്നെ കമ്പനിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും ഉണ്ടായിരുന്ന ചൂഷണം. ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരെ ചൂഷണം ചെയ്യാൻ തുടങ്ങി? ഇന്ത്യൻ സൈനികരെ, ശിപ്പായിമാരെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ചൂഷണത്തിൻ്റെ ഭാഗമായിട്ട് അവരും ആർക്കെതിരെ തിരിയാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാണ്. അതായത് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന വളരെ കുറഞ്ഞ സാലറിയാണ്, കുറഞ്ഞ വേതനം, അതേപോലെ പിന്നെ എല്ലുപൊടി ചേർത്തൊക്കെ ഭക്ഷണമായിരുന്നു കൊടുത്തിരുന്നത്. ഓക്കെ, മോശം ഭക്ഷണമായിരുന്നു, അതേപോലെ മോശം താമസ സൗകര്യം. സ്വാഭാവികമായിട്ടും ഇത്രയും ലോ സാലറി, പിന്നെ ഫുഡ് നല്ലതില്ല, ഭക്ഷണം നല്ലതില്ല, അതേപോലെ താമസ സൗകര്യം ഇല്ല, സ്വാഭാവികമായിട്ടും അവർക്ക് അസംതൃപ്തി ഉണ്ടാവും ഇന്ത്യൻ സൈനികർക്ക്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാണ്. ഈ ഒക്കെ സാഹചര്യത്തിൽ 1857 കലാപത്തിൻ്റെ പെട്ടെന്നുള്ള റീസൺ എന്താണ്? പെട്ടെന്നുള്ള കാരണം എന്താണ്? അതായത് ഇത്രയും സാഹചര്യങ്ങൾ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ക്ലിയർ? അതൊക്കെ അങ്ങോട്ട് ഓർത്ത് വയ്ക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്ത്യൻ സൈനികരിൽ ഒരു പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ, ഗണ്ണില്ലേ മക്കളെ, അതിന് പറയാം എൻഫീൽഡ് P53 എന്നാണ്. എൻഫീൽഡ് P53 എന്നാണ് പറയാം. ഈ തോക്കുകൾ പിന്നെ ഇന്ത്യയിലുണ്ടായിരുന്ന സൈനികർക്ക് വിതരണം ചെയ്തു. ഇനി ഈ തോക്കുകൾ വിതരണം ചെയ്തത് എങ്ങനെയാണ് 1857 കലാപത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എന്നുള്ളത് ആ പോയിൻ്റാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. ഈ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ, അതിന് പറയുന്ന പേര് എൻഫീൽഡ് P53 എന്നാണ്. ഇതിൽ ഈ എൻഫീൽഡ് റൈഫിൾസിൻ്റെ P53 എന്ന് പറഞ്ഞ തോക്ക് ഇന്ത്യൻ സൈനികർക്ക് വിതരണം ചെയ്തു. അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഒരു കടലാസിൻ്റെ കവറുണ്ട്, ഒരു കടലാസ് കവറുണ്ട് ഈ വെടിയുണ്ടൻ്റെ പുറത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെടിയുണ്ട അതിലേക്ക് ആ തോക്കിൽ നമുക്ക് വെടിയുണ്ട നിറക്കണമെങ്കിൽ ആ കടലാസ് കവർ ഇങ്ങോട്ട് കീറണം. ഈ കടലാസ് കവറിൻ്റെ പുറത്ത് ഒരു ഗ്രീസ് പുരട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കടലാസ് കവർ എടുക്കണമെങ്കിൽ നമ്മളത് കടിച്ച് കീറണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ കടലാസ് കവറിൻ്റെ പുറത്തൊരു ഗ്രീസ് ഉണ്ടെന്ന്. ഈ ഗ്രീസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗ്രീസിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നത്, ഗ്രീസ് ഉണ്ടാക്കിയത് ഈ പശുവിൻ്റെയും പന്നീൻ്റെയും ഒക്കെ മൃഗക്കൊഴുപ്പിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ഒരു തരം ഗ്രീസാണ്. സ്വാഭാവികമായിട്ടും ഈ ഗ്രീസ് കടിച്ച് പൊട്ടിച്ചിട്ട് വേണം അവർക്ക് കവറെടുക്കാൻ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ കവർ കടിച്ച് കീറുമ്പോൾ ഈ പന്നിയുടെയും പശുവിൻ്റെയൊക്കെ മൃഗക്കൊഴുപ്പ് അവരുടെ വായിലാവും.
ഓക്കെ, ഇന്ത്യൻ സൈനികരുടെ വായിലാവും. അതായത് അത് അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളെയും ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു അതുണ്ടായിരുന്നത്. ഓക്കെ, കാരണം അവർ പശുവിനെയൊക്കെ ദൈവമായിട്ട് കാണുന്ന അങ്ങനത്തെ ആളുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ മതത്തെ പോലും അവരുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ, നമ്മളതിനെ പറയുന്നത് എൻഫീൽഡ് P53 എന്നാണ്. ഇത് അവരിൽ എന്ത് ചെയ്യണം, ഒരു മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരിലൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സൈനികർക്ക് ഉണ്ടാകുന്ന, നമ്മൾ 1857 കലാപത്തിനെ പലപ്പോഴും ശിപായി ലഹള എന്ന് വിശേഷിപ്പിക്കുന്നത് കൊണ്ടാണ്. കാരണം സൈനികരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ക്ലിയർ? അപ്പം ഈ ഒരു എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിച്ചതിനെതിരെ ആദ്യമായിട്ട് പ്രതിഷേധിച്ചത് പശ്ചിമ ബംഗാളിലെ ബരക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ. അപ്പം 1857 കലാപത്തിൻ്റെ നേതാക്കന്മാർ, ലീഡേഴ്സിലെ ആദ്യത്തെ ആളെ നമ്മൾ പഠിക്കുന്നത് മംഗൾ പാണ്ഡെ. ക്ലിയർ? അദ്ദേഹം ഈ റൈഫിൾഡ് തോക്കുകൾ ഉപയോഗിച്ചതിനെതിരെ ആദ്യമായിട്ട് പ്രതിഷേധിച്ചത് പശ്ചിമ ബംഗാളിലുള്ള ബരക്പൂരിലെ മംഗൾ പാണ്ഡെ അംഗമായിട്ടുണ്ടായിരുന്ന പട്ടാള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 34ാമത്തെ ബംഗാൾ നേറ്റീവ് ഇൻഫാൻട്രിയാണ്. 34th ബംഗാൾ നേറ്റീവ് ഇൻഫാൻട്രി. ഇത് പഠിച്ചു വയ്ക്കാം കേട്ടോ, ചോദിക്കാറുണ്ട്. മംഗൾ പാണ്ഡെ അംഗമായിട്ടുള്ള പട്ടാള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 34th ബംഗാൾ നേറ്റീവ് ഇൻഫാൻട്രി ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ കലാപം ശരിക്കും ആദ്യം പൊട്ടിപ്പുറപ്പെടുന്നത്, കലാപത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് മീററ്റാണ്. 1857 മെയ് 10 കലാപം മീററ്റിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. മെയ് 10 കഴിഞ്ഞ് മെയ് 12 മീററ്റിൽ നിന്നും കലാപകാരികൾ ഡൽഹിയിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം കലാപം ആദ്യം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റാണ്. UP-യിലെ മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റ്. 1857 മെയ് 10 മീററ്റിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളെ മംഗൾ പാണ്ഡെ ഇതിൽ ഇതാക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സൈനികർക്കിടയിൽ വിപ്ലവത്തിൻ്റെ ആദ്യത്തെ തീപ്പൊരി പടർത്തിയത് മംഗൾ പാണ്ഡെയായിരുന്നു. ഓക്കെ, വിപ്ലവത്തിൻ്റെ ആദ്യത്തെ തീപ്പൊരി പടർത്തി. അങ്ങനെ 1857 നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് പട്ടാളക്കാർ അല്ലേ, പുതിയ തരം തോക്കുകൾ. അങ്ങനെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പരസ്യമായിട്ട് ഒരു വെടി ഉതിർക്കുകയുണ്ടായി. മംഗൾ പാണ്ഡെ. 1857 മാർച്ച് 29 ബംഗാളിൽ കിടക്കുന്നത്. ഇതിൻ്റെ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മെയ് 10 മീററ്റിലാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞത് മാർച്ച് 29. മെയ്യിൻ്റെ മുന്നേ അല്ലേ, മാർച്ച് ഏപ്രിൽ മെയ് 2 മാസം കഴിഞ്ഞിട്ടാണ് മെയ് വരുന്നത്. മെയ്യിൻ്റെ മുന്നേ മാർച്ച് 29 മംഗൾ പാണ്ഡെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 1857 മാർച്ച് 29 പശ്ചിമ ബംഗാളിലെ ബരാക്പൂരിൽ വെച്ചിട്ട് മംഗൾ പാണ്ഡെ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പരസ്യമായിട്ട് വെടിവെക്കാണ്. ഇതിൽ 2 പോയിന്റുകൾ നമ്മൾ ഓർക്കേണ്ടത്. ഈ പരസ്യമായിട്ട് വെടിവെപ്പിൽ മരണപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ഹെൻറി ബോഗ്. അതേസമയം അദ്ദേഹം വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഓഫീസറുടെ പേരാണ് ജെയിംസ് ഹ്യൂസൺ. ഹെൻറി ബോഗ്, ജെയിംസ് ഹ്യൂസൺ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, ജെയിംസ് ഹ്യൂസൺ മരിച്ചിട്ടില്ല, പക്ഷേ വധിക്കാൻ വേണ്ടി ശ്രമം നടത്തി. മറ്റൊന്ന്, അയാൾ കൊന്ന ആളുടെ പേരാണ് ഹെൻറി ബോഗ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി മംഗൾ പാണ്ഡെനെ പിടികൂടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ ആരെ ഏൽപ്പിച്ചു? ആ സമയത്തെ ജമാദാർ ഈശ്വരി പ്രസാദിൻ്റെ അടുത്ത് പറയുകയാണ്. പക്ഷേ ജമാദാർ ഈശ്വരി പ്രസാദ് എന്ത് പറഞ്ഞു? എനിക്ക് മംഗൾ പാണ്ഡെനെ പിടികൂടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് പിടികൂടാൻ ആര് സഹായിച്ചില്ല? ബ്രിട്ടീഷുകാരെ ജമാദാർ ഈശ്വരി പ്രസാദ് സഹായിച്ചില്ല. ഈ ദേഷ്യത്തിൽ ജമാദാർ ഈശ്വരി പ്രസാദിനെ ആര് കൊന്നു? നമ്മുടെ ബ്രിട്ടീഷുകാർ കൊല്ലുകയാണ് ചെയ്തു. മംഗൾ പാണ്ഡെനെ പിടികൂടാൻ സഹായിച്ചില്ല എന്നുള്ള കുറ്റത്തിന് ജമാദാർ ഈശ്വരി പ്രസാദ് കൊല്ലപ്പെട്ടു. ക്ലിയർ? ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ആര് തൂക്കിൽ കൊല്ലുകയാണ്? 1857 ഏപ്രിൽ 8 ഈ ഡേറ്റ് അടക്കം ഓർത്ത് വയ്ക്കുക. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെനെ തൂക്കിലേറ്റപ്പെട്ടത്. അതായത് 1857 വിപ്ലവത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി, ദ ഫസ്റ്റ് മാർട്ടിയർ ഓഫ് 1857 റിവോൾട്ട് എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ്. വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ്. ക്ലിയർ? അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. അങ്ങനെ അവസാനം അദ്ദേഹത്തിന് മരണപ്പെടുകയൊക്കെ ചെയ്യേണ്ടായി. അദ്ദേഹം മരണപ്പെട്ട് 1984 1984 ഭാരത് സർക്കാർ അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണാർത്ഥം ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. ഭാരത സർക്കാർ മംഗൾ പാണ്ഡെൻ്റെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് 1984. ഇനി അവരുടെ പേരിലൊരു സിനിമയുണ്ട്. 2005 ഖേദൻ മേത്ത എന്ന് പറയുന്ന ആൾ സംവിധാനം ചെയ്ത സിനിമയാണ്. ആ സിനിമയുടെ പേര് മംഗൾ പാണ്ഡെ ദ റൈസിങ് എന്നാണ്.
2005 കേതൻ മേത്ത സംവിധാനം ചെയ്ത സിനിമയാണ് മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. ഈ മംഗൾ പാണ്ഡെ എന്ന് പറഞ്ഞ റൈസിംഗ് എന്ന് പറഞ്ഞ സിനിമ, ഈ സിനിമയിൽ മംഗൾ പാണ്ഡെയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ അമീർ ഖാനാണ്. അത് ഓർമ്മയുണ്ടാവില്ലേ നമുക്ക്? സംവിധായകൻ്റെ പേര് നമ്മൾ പറഞ്ഞാൽ അമീർ ഖാനൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, കേതൻ മേത്ത മംഗൾ പാണ്ഡെയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആളുടെ പേര് പിന്നെ അമീർ ഖാനാണ്. അമീർ ഖാൻ. ഓക്കെ, അപ്പം ഇത് നിർബന്ധമായിട്ട് ഓർത്ത് വയ്ക്കുക. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിപ്ലവ കലാപം ആദ്യം പൊട്ടിപ്പുറപ്പെടുന്ന 1857 മെയ് 10. അതേസമയം കലാപകാരികൾ ഡൽഹി പിടിച്ചെടുക്കുന്നത് മെയ് 12. ഇവിടെ നമ്മൾ പറയുന്നത് അതിൻ്റെ മുന്നേ എവിടെ നടക്കുന്നുണ്ട്, ഈ പിന്നെ സൈനികർക്ക് എൻഫീൽഡ് തോക്കുകൾ കൊടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ ബരാക്പൂറിലെ പശ്ചിമ ബംഗാളിലെ സൈന്യാധിപനായിരുന്ന മംഗൾ പാണ്ഡെ പ്രതിഷേധിക്കുന്നുണ്ട്. ഓക്കെ, മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റിന് പറയുന്ന പേര് പിന്നെ 34th ബംഗാൾ നേറ്റീവ് ഇൻഫാൻട്രിയാണ്. ഓക്കെ, ഇന്ത്യൻ സൈനികർക്കിടയിൽ വിപ്ലവത്തിൻ്റെ ആദ്യത്തെ തീപ്പൊരി പടർത്തിയത് അദ്ദേഹമാണ്. ക്ലിയർ. ഇനി പിന്നെ അങ്ങനെ 1857 പിന്നെ മാർച്ച് 29 പശ്ചിമ ബംഗാളിലെ ബരാക്പൂറിൽ വെച്ചിട്ട് അദ്ദേഹം ഒരുപാട് പേരെ കൊല്ലാൻ ശ്രമിക്കുകയുണ്ടായി, വെടിയുതിർക്കുകയുണ്ടായി. അതിൽ ഹെൻറി ബോഗ് മരണപ്പെട്ടു, ജെയിംസ് ഹ്യൂസിനെ കൊല്ലാൻ ശ്രമിച്ചു. ഓക്കെ, ജമാദർ ഈശ്വരി പ്രസാദിന് കൊല്ലപ്പെട്ടു. എന്തിനാണ് കൊന്നത്? മംഗൾ പാണ്ഡെനെ പിടികൂടാൻ സഹായിച്ചില്ല എന്നുള്ള പേരിലാണ് കൊല്ലപ്പെട്ടത്. ഓക്കെ, അവസാനം അദ്ദേഹത്തിന് തൂക്കിലേറ്റി അല്ലേ 1857 ഏപ്രിൽ 8. വിപ്ലവത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നതും മംഗൾ പാണ്ഡെ തന്നെയാണ്. ഓക്കെ, അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം 1984 ഭാരത സർക്കാർ തപാൽ സ്റ്റാമ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സിനിമയുടെ പേര് പിന്നെ 2005 പുറത്തിറക്കിയ സിനിമയാണ്. സിനിമയുടെ പേര് മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്നാണ്. ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കേതൻ മേത്തയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് പിന്നെ അമീർ ഖാനാണ്. ക്ലിയർ. ഇനി നമ്മളിവിടെ പറഞ്ഞു ഈ സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്. അതായത് ഈ ഒരു സമയത്ത് പിന്നെ സൈന്യത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സൈനികർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഇന്ത്യൻ സൈനികർ അനുഭവിച്ച പ്രശ്നങ്ങളാണ്. അതായത് ഈ ഒരു റേഷ്യോ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുണ്ട്. 1857 വിപ്ലവം നടക്കുന്ന സമയം, കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം 6:1. ഒന്നുകൂടി പറഞ്ഞുതരാം. 1857 ഈ കലാപം 1857 റിവോൾട്ട് നടക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത് 6:1. പക്ഷേ കലാപശേഷം ആ റേഷ്യോ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ആർമിയിലെ റേഷ്യോ എന്ന് പറയുന്നത് 2:1. ക്ലിയർ. കലാപശേഷം പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പിന്നെ ആർമിയിലെ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള റേഷ്യോ 2:1. 6:1. അതായത് 6 പിന്നെ ഇന്ത്യൻ സൈനികരായിരുന്നു ഉണ്ടായിരുന്നത്. അത് കലാപത്തിന് ശേഷം 2 കുറഞ്ഞു. അതായത് അത്രത്തോളം ഇമ്പാക്റ്റ് കലാപത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ക്ലിയർ. 6:1 കലാപത്തിൻ്റെ സമയത്ത്. കലാപത്തിന് ശേഷം അത് 2:1. ക്ലിയർ. ഇനി കലാപം നടക്കുന്ന സമയത്ത് ആരായിരുന്നു മുഗൾ രാജാവ്? കലാപം നടക്കുന്ന സമയത്ത് മുഗൾ രാജാവ് ബഹദൂർ ഷാ രണ്ടാമനാണ്. അദ്ദേഹത്തിന് പിന്നെ കലാപകാരികൾ അപ്പോൾ കലാപം നടക്കുന്ന സമയത്ത് മുഗൾ രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, പിന്നെ നമ്മുടെ ഇവരാണ്, ബഹദൂർ ഷാ രണ്ടാമനാണ്. അപ്പോൾ അദ്ദേഹം നമ്മൾ പറഞ്ഞു 1857 മെയ് 12 കലാപകാരികൾ മീററ്റിൽ നിന്നും ഡൽഹിയിലെത്തി കലാപകാരികൾ ഡൽഹി പിടിച്ചെടുക്കുന്നത്. അതായത് 1857 കലാപത്തിലെ വിപ്ലവകാരികൾ ഇവരാദ്യം പിടിച്ചെടുത്ത പ്രദേശം അല്ലെങ്കിൽ സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഇവരാദ്യം പിടിച്ചെടുത്ത പ്രദേശം ഡൽഹിയാണ്. അതിൻ്റെ ഡേറ്റും കൂടി ഓർത്ത് വയ്ക്കുക, 1857 മെയ് 12. ക്ലിയർ. അങ്ങനെ ബ്രിട്ടീഷുകാർ പിന്നെ ഡൽഹി കൈവശപ്പെടുത്തി സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊല ചെയ്തു. ഈ കൊല ചെയ്തതിന് സാക്ഷിയായിട്ടുള്ള ഒരു കവിയുണ്ട്, പ്രശസ്ത കവി. അദ്ദേഹത്തിൻ്റെ പേരാണ് മിർസ ഖാലിബ്. ഓർത്ത് വെച്ചോളാം, മിർസ ഖാലിബ്. ക്ലിയർ. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു ബഹദൂർ ഷാ രണ്ടാമൻ അല്ലേ? ബഹദൂർ ഷാ രണ്ടാമനെ പറ്റി നമ്മൾ പറഞ്ഞു. അതായത് കലാപം നടക്കുന്ന സമയത്ത് ആരായിരുന്നു മുഗൾ രാജാവ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ മീററ്റിൽ നിന്നും ഡൽഹിയിലെത്തിയ ലഹളക്കാർ അദ്ദേഹത്തിനെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട്, അതായത് 1857 കലാപം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് കലാപകാരികൾ അവരോധിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ഇന്ത്യയുടെ ചക്രവർത്തി അല്ലെങ്കിൽ ഷഹൻഷായി ഹിന്ദുസ്ഥാൻ, ആ ടേം ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. 1857 കലാപം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അല്ലെങ്കിൽ ഷഹൻഷായി ഹിന്ദുസ്ഥാനായിട്ട് പ്രഖ്യാപിക്കുന്നത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. അങ്ങനെ ബഹദൂർ ഷാ രണ്ടാമനെ പിന്നെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർ ഈ നേതൃത്വം നൽകിയത് ആരുടെ അണ്ടറിലായിരുന്നു? വില്യം ഹോഡ്സൻ്റെ അണ്ടറിലായിരുന്നു. ഓക്കെ, 1857 കലാപം നടക്കുന്ന സമയത്ത് ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടാൻ വേണ്ടി നേതൃത്വം വഹിച്ചത് പിന്നെ വില്യം ഹോഡ്സൺ ആണ്.
അങ്ങനെ വില്യം ഹോഡ്സന്റെ നേതൃത്വത്തിലുള്ള സൈന്യം അവസാനം ആരെ പിടികൂടുകയാണ്? ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടുകയാണ്. പിടികൂടിയിട്ട് മ്യാൻമറിലുള്ള റംഗൂണിലേക്ക് അദ്ദേഹത്തിൻ്റെ നാട് കടത്തുകയും ചെയ്തു. ഓക്കെ, ഇനി എവിടെ വെച്ചിട്ടാണ് ഇവരെ പിടികൂടിയത് എന്ന് ഓർത്തു വയ്ക്കണം. അതായത് ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ വെച്ചിട്ടാണ് ഇവരെ പിടികൂടുന്നത്. ക്ലിയർ? ഹുമയൂണിൻ്റെ ആ ശവകുടീരത്തിൽ വെച്ചിട്ടാണ് ആരെ പിടികൂടുന്നത്? ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടുന്നത്. അങ്ങനെ പിടികൂടുകയും റംഗൂണിലേക്ക്, എവിടെയുള്ള സ്ഥലം റംഗൂൺ? മ്യാൻമർ, ഇന്നത്തെ മ്യാൻമറാണ്. അങ്ങനെ മ്യാൻമറിലേക്ക് നാട് കടത്തി. ഹി വാസ് ഡിപ്പോർട്ടഡ് ടു റംഗൂൺ. ഓക്കെ, അങ്ങനെ നാട് കടത്തപ്പെടുകയും അവസാനം 1862 റംഗൂണിൽ വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1857 കലാപത്തിൻ്റെ 2 ലീഡേഴ്സിനെ പിടിച്ചു. മംഗൾ പാണ്ഡെ, മറ്റൊന്ന് ബഹദൂർ ഷാ രണ്ടാമൻ. രണ്ടുപേരും മരണപ്പെട്ടു അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചപ്പോൾ രണ്ടുപേരും മരണപ്പെട്ടു. അതായത് കലാപം ഒരു സക്സസ് ആയോ അല്ലയോ എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ വെച്ച് ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടുകയും റംഗൂണിലേക്ക് അദ്ദേഹത്തിനെ നാട് കടത്തുകയും ചെയ്തു. അവസാനം 1862 റംഗൂണിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത്. ഓക്കെ, ഇനി മറ്റൊരു വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലേഡി ഫിഗറുണ്ട്. മണികർണിക എന്നറിയപ്പെടുന്ന ഝാൻസി റാണി. 1887 വിപ്ലവം നടക്കുന്ന സമയത്ത് ഝാൻസി, അല്ലെ, ഡോക്ടർ ഓഫ് ലാബ്സ് പ്രകാരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? ഝാൻസി എന്ന് പറയുന്ന നാട്ടുരാജ്യം ഝാൻസി പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഝാൻസിയിലെ രാജാവായിരുന്നു മഹാരാജ ഗംഗാധര റാവു. ഈ മഹാരാജ ഗംഗാധര റാവുവിൻ്റെ ക്യൂനായിരുന്നു നമ്മളെ ഝാൻസി റാണി. അവർക്ക് കുട്ടികളില്ലാതെ വന്ന സമയത്ത് അവർ ദത്തെടുത്ത പുത്രനായിരുന്നു ദാമോദർ റാവു. ഓക്കെ, ഗംഗാധര റാവു അവരുടെ ദത്തുപുത്രനാണ് ദാമോദർ റാവു. അങ്ങനെ ദാമോദർ റാവുവിനെ ദത്തെടുത്തെങ്കിലും ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നിയമം വഴി ഝാൻസി പിടിച്ചു വെക്കാൻ വേണ്ടി, കൈയടക്കാൻ വേണ്ടി ആര് ശ്രമിക്കുകയാണ്? ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അങ്ങനെ ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ പങ്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ദത്തവകാശ നിരോധന നിയമം വഴി. ഈ നിയമം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ഈ നിയമം വഴി ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ക്ലിയർ അല്ലേ? ഇനി ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് മണികർണിക എന്നാണ്. മണികർണിക. ഇനി വിപ്ലവത്തിൻ്റെ 1857 കലാപത്തിൻ്റെ വിപ്ലവത്തിൻ്റെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. കലാപത്തിൻ്റെ അല്ലെങ്കിൽ വിപ്ലവത്തിൻ്റെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആ ഝാൻസി റാണീനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഇനി അവസാനം ഝാൻസി റാണീനെ വധിക്കുന്നത് 1858 ജൂൺ 18-നാണ്. ഓക്കെ, ഹ്യൂജ് റോസ് ആണ് ഝാൻസി റാണീനെ ശരിക്കും കൊല്ലുന്നത്. അതായത് ഝാൻസി റാണീനെ വധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്നത് ഹ്യൂജ് റോസ് ആണ്. ഹ്യൂജ് റോസ് അവരെ കൊല്ലുന്ന ഡേറ്റ് 1858, അത് കലാപം കഴിഞ്ഞു 58 ജൂൺ 18. അത് ഓർത്ത് വയ്ക്കാൻ പിന്നെ സുഖമുണ്ടല്ലേ, 58 ജൂൺ 18. ഓക്കെ, 1858 ജൂൺ 18-നാണ് ഝാൻസി റാണിനെ സർ ഹ്യൂജ് റോസ് വധിക്കുന്നത്. ക്ലിയർ? ഇനി ഝാൻസി റാണിയുടെ കുതിരകളുടെ പേരുണ്ട്, അതൊന്ന് പഠിച്ചു വയ്ക്കുക. പവൽ, സാരംഗി, അതേപോലെ ബാദൽ. ക്ലിയർ? പവൽ, സാരംഗി, ബാദൽ, ഇതാണ് 3 ഝാൻസി റാണി 3 കുതിരകളുടെ പേര് എന്ന് പറയുന്നത്. ഇനി ഝാൻസി റാണിയായിട്ട് ബന്ധപ്പെട്ട് ഫേമസ് ആയിട്ടുള്ള പുസ്തകമുണ്ട്, മഹാശ്വേത ദേവി എഴുതിയിട്ടുള്ള പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പേരാണ് ക്യൂൻ ഓഫ് ഝാൻസി എന്ന് പറയുന്ന പുസ്തകം. മഹാശ്വേത ദേവി എഴുതിയിട്ടുള്ള പുസ്തകത്തിൻ്റെ പേരാണ് ക്യൂൻ ഓഫ് ഝാൻസി എന്ന് പറയുന്നത്. ഇനി ഝാൻസി റാണീനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിക്കുന്നത്, ഝാൻസി റാണീനെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ് ഝാൻസി റാണീനെ ആര് വിശേഷിപ്പിക്കുന്നത്? നമ്മളെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിക്കുന്നത്. അതേസമയം ഹ്യൂജ് റോസ്, അതായത് ഝാൻസി റാണീനെ പരാജയപ്പെടുത്തിയ ഹ്യൂജ് റോസ് തന്നെ ഝാൻസി റാണീനെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, കലാപകാരികൾക്കിടയിലെ ഒരേയൊരു പുരുഷൻ എന്നാണ് ആര് വിശേഷിപ്പിക്കുന്നത്? അതേപോലെ തന്നെ ഹ്യൂജ് റോസ് വിശേഷിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷനാണ്. അതേപോലെ മറ്റൊന്ന് വിപ്ലവകാരികളുടെ സമുന്നത നേതാവാണ് ആര്? ഝാൻസി റാണി എന്നാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ലക്ഷ്മിബായിയുടെ ശവകുടീരമുള്ളത്, കൊന്നു എന്ന് പറഞ്ഞു, ഝാൻസി റാണീനെ വധിച്ചു ആര്? നമ്മളെ ഹ്യൂജ് റോസിൻ്റെ സഹായത്തോടെ. ഝാൻസി റാണീൻ്റെ ശവകുടീരമുള്ളത് അവരുടെ മെമ്മോറിയലുള്ളത് ഗോളിയാറിൽ തന്നെയാണ്. ഓക്കെ, ഗോളിയാറിലാണ്. ഇനി ലക്ഷ്മിബായിൻ്റെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഒന്ന് ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് ഉള്ളത് ആൻഡമാനിലാണ്. ഓക്കെ, ലക്ഷ്മിബായി അതായത് ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് ഉള്ളത് ആൻഡമാനിലാണ്. മറ്റൊന്ന് ലക്ഷ്മിബായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉള്ളത് ഗോളിയാറിലാണ്. ഓക്കെ, ലക്ഷ്മിബായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉള്ളത് ഗോളിയാറാണ്.
അതേപോലെ ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഉള്ളത് തിരുവനന്തപുരമാണ്. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്താണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഝാൻസി റാണീനെ പറ്റിയാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞത്. ഝാൻസിയിലുള്ളായിരുന്നു അവരുടെ മഹാശ്വേതാദേവിയുടെ പുസ്തകത്തിൻ്റെ പേരാണ് ക്യൂൻ ഓഫ് ഝാൻസി എന്ന് പറയുന്നത്. അവരുടെ യഥാർത്ഥ പേര് മണികർണിക എന്നായിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ ജോൺ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് പിന്നെ ഝാൻസി റാണീനെയാണ്. ഓക്കെ, ഝാൻസി റാണീനെയാണ്. അതേപോലെ പിന്നെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിക്കുന്നത്, ഹ്യൂജ് റോസ് വിശേഷിപ്പിക്കുന്നത് പഠിച്ചു വയ്ക്കുക. 1858 ജൂൺ 18 അവരെ വധിക്കുന്നത്. പിന്നെ അവരുടെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇത് ഈ ഭാഗത്ത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ.